السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക ശരീഅത്തിൽ അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടൊരു തത്വമാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയും അവൻ്റെ കർമ്മങ്ങളും അതിനനുസരിച്ചായിരിക്കും അവനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്ന തത്വം ഇസ്ലാമിക ശരീഅത്തിൽ അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളും പരതിയാൽ ഈ ഒരു തത്വം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയുടെ 152-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചാൽ, അദ്കുറുക്കും, അല്ലാഹു നിങ്ങളെയും സ്മരിക്കുന്നതാണ്, അല്ലാഹു നമ്മളെയും ഓർക്കുന്നതാണ്, നമ്മളെയും അല്ലാഹു പരിഗണിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ട് അള്ളാഹുവിനോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും അങ്ങോട്ടും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക എന്നാണ് അതറിയിക്കുന്നത്. ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാം, അന മഅഹു ഇദാ ദക്കറനി. ഒരടിമ, ഒരു മനുഷ്യൻ, അവൻ അള്ളാഹുവിനെ സ്മരിച്ചാൽ അള്ളാഹു അവൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നാണ്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ സാമീപ്യം അവനിലുണ്ടാകും. അത് അള്ളാഹുവിനെ അവൻ സ്മരിക്കുമ്പോഴാണ് എന്നാണ്. ഇത് ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തത്വം പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കെതിരെ മിസ്തഹ് ബിൻ ഉസാസ മഹദിക്കെതിരെ വന്ന വിചാരാരോപണം വ്യാപിച്ചപ്പോൾ, ആ വാർത്തയെ സംബന്ധിച്ച് അത് നാട്ടിൽ പരത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് മാസം തോറും കൊടുത്തിരുന്ന ആ ഒരു തുക നിർത്തിവെക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് സൂറത്ത് നൂറിൻ്റെ 22-ാമത്തെ ആയത്തിൻ്റെ അവതരണമുണ്ടാകുന്നു. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ആ ആയത്തിനെ വിശദീകരിച്ച് പറയാണ്, ഫഇന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ. കർമ്മങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം ഉണ്ടാവുക എന്ന തത്വം അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഫകമാ നഗ്ഫിറു അനിൽ മുദ്നിബി ഇലൈക നഗ്ഫിർ. ഇങ്ങോട്ട് തിന്മകൾ ചെയ്തവൻ, ഇങ്ങോട്ട് അക്രമം കാണിച്ചവൻ, അവൻ അങ്ങോട്ട് പുറത്തു കൊടുത്താൽ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും പുറത്തു തരും. ഫഇൻദ ദാലിക ഖാല സിദ്ദീഖ്. ഈ ആയത്ത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്, ബല, അതെ അല്ലാഹുവേ, അല്ലാഹു പുറത്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വല്ലാഹി ഇന്നാ നുഹിബ്ബു യാ റബ്ബന അൻ നഗ്ഫിറ ലനാ. അള്ളാഹു നമുക്ക് പുറത്തു തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മിസ്തഹ് ബിൻ വസാസയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാസം കൊടുത്തിരുന്ന ആ തുക കൊടുക്കാൻ വീണ്ടും അദ്ദേഹം ആരംഭിച്ചു എന്ന് കാണാം. ഇത് ഒരു തത്വമായി സ്വഹാബാക്കൾ മനസ്സിലാക്കിയിരുന്നു. ഒരുപാട് ഹദീസുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ള കാരുണ്യവാനായ റബ്ബ് നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു കാര്യം ആരെങ്കിലും ഏറ്റെടുക്കുകയും ഫശഖ്ക അലൈഹിം, എന്നിട്ട് അനുയായികളോട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ വർത്തിക്കുകയും ചെയ്താൽ ഫഷ്കുക അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അത്തരക്കാരോട് അള്ളാഹു അത്തരക്കാർക്ക് നീയും ബുദ്ധിമുട്ടുണ്ടാക്കണമേ. അതുപോലെ തന്നെ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ഷൈഅൻ, ആരെങ്കിലും ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു കാര്യം ഏറ്റെടുക്കുകയും ഫറഫഖ ബിഹിം, എന്നിട്ട് അനുയായികളോട് കരുണ കാണിക്കുകയും അനുകമ്പ കാണിക്കുകയും ചെയ്താൽ ഫർഫഖ് ബിഹി, അള്ളാഹുവെ അത്തരക്കാരായ നേതാക്കന്മാരോട് അള്ളാഹുവെ നീയും കരുണ കാണിക്കണമേ, അനുകമ്പ കാണിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായും കാണാൻ കഴിയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു തത്വം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും അത് വെറുതെയല്ല, അതിനനുസരിച്ച് തക്കതായ കാര്യങ്ങൾ, തക്കതായ പ്രതിഫലങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും റബ്ബ് നൽകിക്കൊണ്ടിരിക്കുമെന്ന ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഉണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ ശരീഅത്തിലെ എല്ലാ തത്വങ്ങളെയും അടിസ്ഥാനങ്ങളെയും മനസ്സിലാക്കി നല്ല മുത്തഖിയായി മുഖ്ലിസായി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
Peace Radio. Tune to reality.